ട്രെൻഡ് ലൈൻസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ICT എല്ലാ കാര്യങ്ങളും മാർക്കറ്റിൽ വർക്കാവും. ഇത് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ഹെക്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്താൽ അല്ല ശരിക്കും പ്രോഫിറ്റബിൾ ആകുന്നത്. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാൻ പറ്റുക, സിമ്പിളായിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുക. അവിടെയാണ് നമുക്ക് ശരിക്കും എഫേർട്ട് ഇല്ലാതെ ഒരു പ്രോഫിറ്റബിലിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്ന ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നമ്മൾ ബ്ലൈൻഡാണ്. അതായത് പുതിയതായിട്ടൊരു ട്രേഡർ വരുമ്പോൾ പുള്ളി കാണുന്നത് അല്ലെങ്കിൽ ആൾ കാണുന്നത് മാർക്കറ്റിൽ എന്തൊക്കെയോ ചെയ്യുന്ന കുറേ ആൾക്കാർ ICT ആണ് ബെറ്റർ എന്നൊരു സൈഡിൽ പറയുന്നു, SMC ആണെന്നൊരു സൈഡിൽ പറയുന്നു, പ്രൈസ് ആക്ഷൻ ആണെന്നൊരു സൈഡിൽ പറയുന്നു. ടോട്ടൽ കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെ യൂട്യൂബിൽ കയറുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്നു, ഉള്ള കാര്യങ്ങൾ പഠിക്കുന്നു. പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ നമ്പർ 1 സ്കാമാണ്. കാരണം ഒരിക്കലും ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം ഒരു ഗിമ്മിക്കാണ്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രത്തോളം സിമ്പിളായിട്ട് മാർക്കറ്റിനെ കാണുന്നു, ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നു, അത്രത്തോളം ടെൻഷൻ ഫ്രീ ആയിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. കാരണം പല ആൾക്കാരും ജോബിൽ നിന്നുമൊക്കെ മാറി ട്രേഡിങ്ങിലോട്ട് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് 9 to 5 വേണ്ട, സ്ട്രെസ്ഫുൾ ലൈഫ് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ 9 to 5 വിട്ട് ഫുൾ ടൈം സ്ട്രെസ് എടുത്തിട്ട് ഒരു സ്ട്രാറ്റജിയും ചെയ്ത് കഷ്ടപ്പെട്ട് ഇരുന്ന് കണ്ടുപിടിച്ച്, അതായത് ഒരു ട്രേഡ് കണ്ടുപിടിച്ച് നിങ്ങൾ ഉള്ള ടെൻഷനും കൂടെ അടിച്ച് എന്തിനാണ് വെറുതെ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക. അപ്പോൾ എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ ICT ആണ് നിങ്ങൾക്ക് സിമ്പിളെങ്കിൽ അത് യൂസ് ചെയ്യുക, പ്രൈസ് ആക്ഷൻ ആണ് സിമ്പിളെങ്കിൽ അത് യൂസ് ചെയ്യുക, ട്രെൻഡ് ലൈൻ ആണ് സിമ്പിളെങ്കിൽ അത് യൂസ് ചെയ്യുക. പക്ഷേ ചെയ്യുന്ന കാര്യത്തിൽ മാസ്റ്റർ ആകുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്.